ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂറുമായിട്ടാണ്. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ വീടും അതിൻ്റെ പരിസരങ്ങളും. വീടിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. ഒരു നല്ലൊരു കറിവേപ്പില ചെടി തന്നെയാണ് വീടിൻ്റെ മുൻവശത്ത് ഇടതുഭാഗത്തായിട്ട് ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഒരുപാട് പൂച്ചെടികൾ ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു മരങ്ങളും അതുകൂടാതെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രകൃതി രമണീയമായ ഒരു പൂന്തോട്ടം തന്നെയാണ് ഞങ്ങളുടെ വീട്. അതിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. ഈ കാണുന്നതെല്ലാം ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചതാണ്. ഈ ചട്ടിയെല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. സിമെൻറ്റും മണലും ചെറിയ ജെല്ലി കല്ലെല്ലാം ഉപയോഗിച്ച് ഞങ്ങൾ തന്നെ അതിൻ്റെ ഇത് വാങ്ങിച്ച് ചെയ്തതാണ്. അതിൽ തന്നെയാണ് ഓരോ പൂച്ചെടി ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ചെമ്പരത്തി പൂത്തു. പിന്നെ ഞങ്ങൾ പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്, അത് കായ്ച്ചിട്ടില്ല. കുറച്ചുകൂടി ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം നമ്മൾക്ക് കുറച്ച് വൈകിയാണെങ്കിലും കിട്ടും ഗൈസ്. പിന്നെ പ്രത്യേകതരം ചെടികൾ, അങ്ങനെ വീട്ടിലില്ലാത്തൊരു ചെടിയില്ല, ഒരു സസ്യമില്ല കേട്ടോ. ഔഷധ സസ്യങ്ങളെല്ലാം ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കറ്റാർവാഴയെല്ലാം നമ്മൾ പുറത്ത് പോയി പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ വീട്ടിൽ തന്നെ നമ്മളത് ഉണ്ടാക്കുന്നതാണ്. പിന്നെ പുതിയൊരു പൈപ്പ് കണക്ഷൻ എടുത്തു. അപ്പോൾ ചെടി നനയ്ക്കാനാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്, കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ വീട്ടിൽ റൈറ്റ് സൈഡായിട്ട് ഒരു പ്ലാവുണ്ട്. വീടിൻ്റെ വലതുവശത്ത്, നമ്മുടെ വീടിന് ചേർന്ന് വലതുവശത്ത് ഒരു മാവിൻ്റെ തോട്ടമാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാം കൊണ്ടും നല്ല തണുപ്പുള്ളൊരു അന്തരീക്ഷത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 1250 സ്ക്വയർ ഫീറ്റിൽ ഒരു 25 ലക്ഷം രൂപ അന്ന് ചിലവായിട്ടുണ്ട്. പിന്നെ എല്ലാം തേക്കിൻ്റെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വാതിലും ജനലും എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് വീടിൻ്റെ സിറ്റ് ഔട്ടാണ്. എൻ്റെ ബൈക്ക് നിൽക്കുകയാണ് വീട്ടിൽ. പെയിൻ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പെയിൻറ്റിങ് വർക്കുകാർ. പണികളെല്ലാം ഫിനിഷിംഗ് ആണ് കേട്ടോ. എല്ലാം നല്ല ഇത് വീടിൻ്റെ ഫ്രണ്ടാണ്. സിറ്റ് ഔട്ട് മാറ്റ് ഒരു പച്ച കളറിലുള്ളത് ഫുട്ബോൾ ടർഫിലൊക്കെ കാണാറില്ലേ, അതുപോലത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ട് ഈ കാണുന്നതാണ്. ആ വാതിൽ കണ്ടില്ലേ, തേക്കിൻ്റെയാണ്. ഡിസൈൻ വർക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കുമ്പോൾ തൊട്ട് മുൻവശത്തൊരു വീടുണ്ട്. പിന്നെ ഒരു വിളക്ക് തൂക്കിയിട്ടുണ്ട്. ആ വിളക്ക് കത്തിക്കാനൊന്നുമല്ല, ചുമ്മാ ഒരു സ്റ്റൈലിന് വേണ്ടി തൂക്കിയിട്ടതാണ്. പിന്നെ വീട്ടിൽ മുന്നിൽ നിന്ന് നമ്മൾക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് നമുക്ക് പോകാം. വാതിൽ തുറന്ന് പോയതും തന്നെയാണ്. ഈ കാണുന്ന ലൈറ്റൊന്നുമില്ല, ലൈറ്റ് ഇട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊക്കെയാണ് വീടിൻ്റെ ഉൾവശം. ഒരു TV, പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങൾ അങ്ങനെ ആയിട്ട്. ഫ്രണ്ടിൽ ഹാള് മുഴുവൻ വൈറ്റ് ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. ചുമരിൽ ഫാമിലിയുടെ, എൻ്റെ ചേട്ടൻ്റെ ഇതൊക്കെയാണ്. ചേട്ടൻ്റെ ഫാമിലി ഞങ്ങൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അത്യാവശ്യം വീട്ടിൽ ഓരോ വർക്കുകൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വിശ്വസ്തരായിട്ടുള്ള നമ്മുടെ പണിക്കാർ തന്നെയാണ്, ചേട്ടന്മാരൊക്കെ തന്നെയാണ് ഇത് ചെയ്തത്. ഇത് ഹാളും ഡൈനിങ് ഹാളൊക്കെയാണ്. പിന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ഒരുപാട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പക്ഷേ നമ്മൾ വീടിൻ്റെ പുതുക്കത്തിൽ മാത്രമേ ഇതെല്ലാം ഈ ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതൊന്നും ഇടുന്നില്ല. ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ഇത് നിങ്ങൾ കാണിച്ചു തരികയാണ്. പക്ഷേ സംഭവം കളർഫുള്ളാണ്. നമ്മൾ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോൾ ഈ ലൈറ്റ് നമ്മൾ ഇടാറുണ്ട്. പിന്നെ മോൾക്കൊക്കെ ഇതൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. ഈ കാണുന്നതൊക്കെ സെറ്റപ്പാണ്. അപ്പോൾ നിങ്ങളും വീടുകളിൽ ഇത് ഇപ്പോഴൊക്കെ എല്ലാവരും ഇങ്ങനത്തെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് ഡൈനിങ് ഹാളാണ്. അതൊരു ഗിഫ്റ്റ് കിട്ടിയ ഡൈനിങ് ഹാളാണ്. ഇത് ഒരു തയ്യൽ മെഷീനുണ്ട്, ചുമ്മാ ഇരുന്നോട്ടെ. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് തയ്യലൊക്കെ ചെയ്യാറുണ്ട്, എനിക്ക് അറിയുന്നതാണ്. ഒരുപാട് അവാർഡുകൾ, കാര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് വീട്ടിൽ. അത്യാവശ്യം ഇത് ക്രിസ്മസിന് നമ്മളൊരു ട്രീ ഉണ്ടാക്കിയതാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ, സ്വന്തമായിട്ട്. ലൈറ്റ് ബൾബെല്ലാം നമ്മൾ വാങ്ങി ഫിറ്റ് ചെയ്തതാണ്. സംഭവം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇത് തന്നെയാണ്. ആള് മോളുടെ വാക്കർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഹാളും ഡൈനിങ് ഹാളും അതിൻ്റെ ഒരു പൂർണ്ണ രൂപം. അപ്പോൾ ഇത് ഒന്ന് അഭിപ്രായം പറയണം. ഇത് റൂമാണ്, 3 ബെഡ്റൂമാണ് ഉള്ളത്. 3 അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പുറത്തൊരു ബാത്റൂം അതുപോലെ ഉണ്ട്. പുറത്ത് അടുക്കള എല്ലാം ഉണ്ട്. ഇത് ഒരു ബെഡ്റൂമാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമും. അങ്ങനെ 3 ബെഡ്റൂമുണ്ട്. അത്യാവശ്യം ഒരു കുടുംബത്തിൽ താമസിക്കുന്ന അത്യാവശ്യം ഒരു 3 ബെഡ്റൂമെങ്കിലും വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആ 3 ബെഡ്റൂം
ആണോ അതോ 2 ബെഡ്റൂം ആണോ താല്പര്യം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ സ്റ്റിക്കറുകളെല്ലാം നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നെല്ലാം വാങ്ങിയിട്ട് ചുമരുകളിലൊക്കെ പതിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് അങ്ങനെ 2ാമത്തെ റൂം കഴിഞ്ഞു. ഇത് അടുക്കളയാണ് കേട്ടോ. അടുക്കളയിലോട്ട് പോകുമ്പോൾ തന്നെ പുറത്തുള്ള വ്യൂ അടിപൊളിയാണ്. നല്ല തണലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അടുക്കള അത്യാവശ്യം നമ്മൾ കുറച്ച് ലോങ്ങിൽ തന്നെ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചിട്ട് നമ്മളെന്നും അടുക്കളയിലാണ് പെരുമാറുന്നത്. അപ്പോൾ അടുക്കള നമുക്ക് വിശാലമായി ഇരുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഒരു തൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാം അതിൽ കുറച്ച് ലോങ്ങായിട്ട് നമ്മൾ ചെയ്തു. ഒരു ഇടുങ്ങിയൊരു അടുക്കളയല്ലാതെ കുറച്ച് ലോങ്ങായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പാത്രങ്ങൾ വെക്കാനും സാധനങ്ങൾ വെക്കാനും എല്ലാം അവിടെ പറ്റുന്നുണ്ട് ഗൈസ്. പുറത്തുള്ള വ്യൂ എല്ലാം ഭയങ്കര സംഭവമാണ് കേട്ടോ. നിങ്ങൾക്കത് ഇവിടെ വന്നാലേ അറിയുള്ളൂ. എങ്ങനെ നൈസായിട്ടില്ലേ? അഭിപ്രായം പറയണ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് ഇത് ചെയ്ത് എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ബാക്കി അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് വർക്കിംഗ് ഏരിയ ആണ് അടുക്കളയിൽ മൊത്തത്തിൽ ഇവിടെ. അത് കാരണം എല്ലാത്തിലും പാത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ്. അടുക്കളയിൽ കൊള്ളാത്ത ബാക്കി വരുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് ഇവിടെയാണ് കയറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഒരു ശീലം ഉണ്ടല്ലോ, പുതിയ പാത്രങ്ങൾ സാധനങ്ങളൊന്നും എടുക്കില്ല. ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും. അതുപോലെ വെച്ചതാണ്, അത് എടുത്തിട്ടേ ഇല്ല. ഇത് നമ്മളിപ്പോഴും പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ചും കിണറിൽ നിന്ന് വെള്ളം കോരിയൊക്കെ സൂക്ഷിക്കാറുണ്ട് കേട്ടോ, നല്ല വെള്ളം എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ പുറത്തുള്ള അടുക്കളയിൽ നോക്കുമ്പോഴൊരു വ്യൂ ആണ്. തൊട്ടപ്പുറത്തൊരു വീടും. ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളൊരു പശുവിന് തൊഴുത്താണ്. ഇപ്പോൾ പശുവൊന്നും ഇല്ല, അത് കൊടുത്തു. പിന്നെ പുറകിൽ മാവിൻ തൈ, തെങ്ങ്, അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, നല്ലൊരു വ്യൂ ആണ്. കണ്ണിന് കുളിർമയേകുന്നൊരു വ്യൂ ആണ്. ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലം തന്നെയാണ്. ഈ കാണുന്ന തെങ്ങ് തൊട്ടപ്പുറത്ത് എൻ്റെ അമ്മാവിൻ്റെ വീടാണ്. ഇത് എൻ്റെ ബെഡ്റൂം കേട്ടോ. മൊത്തത്തിൽ 3 ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ 2 കാണിച്ചു. ഇത് 3ാമത്തെയാണ്. അത് കയറിയത് അകത്ത് തൊട്ടീൻ്റെ മുകളിൽ കിടക്കുന്ന തൊട്ടിയാണ്. ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ബെഡ്റൂം. ഒരു അലമാരയുണ്ട്, പുതിയതാണ്. കട്ടിൽ, 2 അലമാരയുണ്ട് കേട്ടോ റൂമിൽ. അത്യാവശ്യം തുണികളൊക്കെ വെക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്തതാണ്. അതുകൂടാതെ വേറെ ഒരു ചുമരിൽ ചെറിയൊരു അലമാര നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. കാണുന്നുണ്ടോ അപ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും ഇത് ഭയങ്കര വ്യൂസ്, വീടും ഈ പച്ചപ്പെല്ലാം ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിക്കാറുണ്ട്. ഫോട്ടോസൊന്നും അധികം നമ്മൾ കല്യാണത്തിൻ്റെ ഫോട്ടോസൊന്നും അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീട്ടിന് മേലെ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു സ്വർഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.